നമസ്കാരം. സ്വന്തമായി ഒരു പോസ്റ്റൽ സർവീസ് സെന്റർ ആരംഭിച്ചുകൊണ്ട് കമ്മീഷൻ ഇനത്തിൽ നിങ്ങൾക്കും പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഇന്ത്യ ഗവൺമെന്റുമായി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നിങ്ങൾക്കും ചെയ്യാം. ജനുവരി 2026 മുതൽ ഇന്ത്യ പോസ്റ്റ് ന്യൂ ഫ്രാഞ്ചൈസ് സ്കീം 2.0 എന്ന് പറയുന്ന ഒരു സ്കീം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിന്റെ ഫ്രാഞ്ചൈസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റൽ സർവീസ് സെന്റർ ആരംഭിച്ച് നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാതൽ. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുമെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തുടങ്ങാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു സംരംഭമാണ് ഇന്ത്യ പോസ്റ്റ് 2026 മുതൽ തുടങ്ങാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് ഈ സ്കീം, എന്തൊക്കെ സർവീസുകളാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്, എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്, എത്രത്തോളം ഇൻകം ആണ് നമുക്ക് നേടാൻ വേണ്ടി പറ്റുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്, അതുമാത്രമല്ല എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈനും ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ് പോസ്റ്റ് ഫ്രാഞ്ചൈസ് 2.0. ആത്മനിർഭർ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ എന്നീ സ്കീമുകളുടെ ഭാഗമായിട്ടാണ് പോസ്റ്റ് ഫ്രാഞ്ചൈസ് 2.0 എന്ന സ്കീമും ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പോസ്റ്റൽ സർവീസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക, അതായത് കൂടുതൽ റൂറൽ ആയിട്ടുള്ള ഏരിയകളിലേക്ക് വരെ പോസ്റ്റൽ സർവീസ് എക്സ്പാൻഡ് ചെയ്യുക, അതുകൂടാതെ ആളുകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നതാണ് പ്രധാനമായിട്ടും ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പോസ്റ്റ് ഫ്രാഞ്ചൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി അവിടെ ആവുകയല്ല. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും നമ്മൾ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയി ആയി മാറുകയാണ് എന്നുള്ള കാര്യം. ഒരിക്കലുമല്ല. നമ്മൾ ഇന്ത്യ പോസ്റ്റിന്റെ ഒരു ഓത്തറൈസ്ഡ് സർവീസ് പാർട്ണർ ആയി മാറുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൂടാതെ ആക്ട് 2.0 അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യ പോസ്റ്റ് ഈ 2026 കൂടുതൽ അപ്ഗ്രേഡ് ആവാൻ പോവുകയാണ്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു സ്റ്റൈൽ പോസ്റ്റ് ഓഫീസ് ഫംഗ്ഷനിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ ഒരു ഡിജിറ്റൽ ബിസിനസ്സിലേക്ക് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സർവീസിനെ മാറ്റാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒന്ന് ഡിജിറ്റൽ പേയ്മെന്റ് ആണ് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം. കസ്റ്റമർക്ക് UPI ഉപയോഗിച്ചുകൊണ്ടും QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും ഫോൺ പേ, ഗൂഗിൾ പേ, ഭീം പോലെയുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ എക്സാക്ട് ക്യാഷിന്റെ ആവശ്യമില്ല. എല്ലാ ട്രാൻസാക്ഷൻസും പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും. മാത്രമല്ല എറർ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കുറയുന്നു. ഇത് കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൽ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുകളെയും ഒരുപോലെ സഹായിക്കുകയും അവരുടെ ഒരു ക്രയവിക്രയം കൂടുതൽ ഈസി ആക്കുകയും കൂടുതൽ കംഫർട്ടബിൾ ആവുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല പോസ്റ്റൽ ഫ്രാഞ്ചൈസ് എടുക്കുന്നത് വഴി നമുക്ക് പാർസൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇൻസ്റ്റന്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട മെസ്സേജ് ലഭിക്കുന്നു. അതായത് പാർസൽ ബുക്ക് ആയി കഴിഞ്ഞു, പാർസൽ ID അവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു. ആ ജനറേറ്റ് ആയ ID കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് SMS രൂപത്തിൽ ലഭിക്കുന്നു. അതുകൂടാതെ എൻഡ് ടു എൻഡ് ട്രാക്കിംഗും അവൈലബിൾ ആണ്. കൂടാതെ ഈ പാർസൽ ഡെലിവറി ചെയ്യുന്നതിന്റെ ഫോട്ടോ പ്രൂഫ് അടക്കം ലഭ്യമായിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണ്? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജനങ്ങൾക്കുള്ള ട്രസ്റ്റ് കൂടുതൽ വർദ്ധിക്കുന്നതിന് ഇത് സഹായകമാകുന്നു. അതായത് നമ്മളൊരു പാർസൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ഡെലിവർ ആവുന്നത് വരെയുള്ള എൻഡ് ടു എൻഡ് പ്രോസസ്സ് കസ്റ്റമറിന് മനസ്സിലാവുകയാണ്. അത് ഡെലിവർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ വരെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രസ്റ്റ് കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഫീച്ചറുകളിൽ ഒന്നാണ് സ്മാർട്ട് ലോക്കർ എന്ന് പറയുന്നത്. പോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ലോക്കർ ഉപയോഗിച്ചുകൊണ്ട് 24/7, അതായത് ആഴ്ചയിൽ 7 ദിവസവും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പാർസൽ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമർ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ അത് ലോക്കറിൽ സൂക്ഷിക്കാനുള്ള സൗകര്യവും അവൈലബിൾ ആണ്. കസ്റ്റമറിന് ഒരു OTP ലഭിക്കുന്നു. അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് പാർസൽ ആ ലോക്കറിൽ ചെന്ന് കളക്ട് ചെയ്യാം. ഈ ലോക്കറുകൾ മാനേജ് ചെയ്യുന്നതിനായിട്ട് ഈ ഫ്രാഞ്ചൈസ് എടുത്തിരിക്കുന്ന ഓണറുകൾക്ക് അഡീഷണൽ ഫീസും ലഭിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പോസ്റ്റൽ ഫ്രാഞ്ചൈസുകൾ എവിടെയൊക്കെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് അർബൻ ഏരിയാസിൽ, അതായത് നഗരപ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പോസ്റ്റൽ ഫ്രാഞ്ചൈസ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ജനസാന്ദ്രതയുള്ള മേഖലകളിൽ, അതുകൂടാതെ വ്യവസായ മേഖലകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ബിസി ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ, അതുപോലെ തന്നെ ചെറിയ ചായക്കട നടത്തുന്ന ആളുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു പോസ്റ്റൽ സർവീസ് സെന്റർ ഫ്രാഞ്ചൈസ് എടുക്കാനുള്ള യോഗ്യതയുണ്ട്. അതുകൂടാതെ എന്തൊക്കെ സർവീസുകളാണ് ഈ ഒരു പോസ്റ്റൽ സർവീസ് സെന്റർ എടുത്തത് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ജനങ്ങൾക്ക്? സ്പീഡ് പോസ്റ്റ് ബുക്കിംഗ്, രജിസ്റ്റേർഡ് ലെറ്ററുകൾ, പാർസൽ സർവീസുകൾ, ഇ-കൊമേഴ്സ് പിക്കപ്പ്, അതിന് ഡെലിവറി, COD സർവീസുകൾ, മണി ഓർഡറുകൾ, സ്റ്റാമ്പിന്റെ സെയിൽസ്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റ് സർവീസുകൾ, ഇന്റർനാഷണൽ പാർസലുകൾ, അതായത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഇവിടെ ഉണ്ടാവുകയാണ്. ഇന്ത്യ പോസ്റ്റിന്റെ ഫ്രാഞ്ചൈസ് എടുക്കുന്നത് വഴി ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ നമുക്ക് വരുമാനമായി ലഭിക്കും. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇവിടെ നമുക്ക് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ? ഒന്നാമത്തെ കാര്യം, ട്രസ്റ്റഡ് ആയിട്ടുള്ള, ഏറെ വിശ്വസനീയമായിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനം, അതാണ് ഇന്ത്യ പോസ്റ്റ്. ഇന്ത്യ പോസ്റ്റുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഇവിടെ നമുക്ക് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വലിയ മാർക്കറ്റിംഗ് ഒന്നും ഇതിനായിട്ട് ആവശ്യമില്ല. കാരണം പോസ്റ്റ്
ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങി എന്ന് അറിയിക്കാനായിട്ട് വലിയ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ആൾക്കാർ ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് അറിഞ്ഞോളും. അതുകൂടാതെ യുവാക്കൾക്ക്, തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഇവർക്കെല്ലാം തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഓൾറെഡി ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ് എന്നിരിക്കട്ടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെറിയ ചായക്കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു സ്ഥാപനം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതേ കടമുറിയിൽ തന്നെ ചെറിയൊരു പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ചെറിയൊരു സൗകര്യം അവിടെ ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ഫ്രാഞ്ചൈസ് തുടങ്ങാൻ സാധ്യമാണ്. ഇതിനായിട്ടുള്ള പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 10ാം തരം പാസ്സായിരിക്കണം. കൂടാതെ ഏറ്റവും കുറഞ്ഞത് 18 വയസ്സ് ഉണ്ടായിരിക്കണം. ഏറ്റവും കൂടിയ പ്രായം എത്രയും ആവാം. മാത്രമല്ല അടിസ്ഥാനപരമായ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ലോക്കൽ ഭാഷയും അറിഞ്ഞിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റൽ ഫ്രാഞ്ചൈസ് തുടങ്ങാൻ സാധ്യമാണ്. സോ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് വേണ്ടത് എന്നാണെന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആവശ്യമുണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ വേണം, അതുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രിന്റർ വേണം, ഒരു ബാർകോഡ് സ്കാനർ, വെയിങ് മെഷീൻ, അതായത് അളവും തൂക്കവും ഒക്കെ നോക്കുന്ന ഒരു മെഷീൻ, കൂടാതെ അടിസ്ഥാനപരമായിട്ടുള്ള ഫർണിച്ചറുകൾ, ഒരു കസേര, ഒരു മേശ, ഇതൊക്കെ ആവശ്യമായിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസ്റ്റൽ ഫ്രാഞ്ചൈസ് എടുക്കാവുന്നതാണ്. ഇതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. അത് റീഫണ്ടബിൾ ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5000 മുതൽ 10000 രൂപ വരെ ആയിരിക്കാം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നതിന് ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാകാം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റ് ഫ്രാഞ്ചൈസ് 2.0 സ്കീം വഴി നമുക്ക് എത്രത്തോളം പണമാണ് ഒരാൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത് എന്നതാണ്. അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വരുമാനമോ ശമ്പളമോ ഉറപ്പ് നൽകുന്നില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ, കസ്റ്റമറിന്റെ വരവ് പോക്ക്, നിങ്ങൾ കൊടുക്കുന്ന സർവീസ്, നിങ്ങളുടെ പെർഫോമൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തെ നിശ്ചയപ്പെടുത്തുക. ഇനി നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വരുമാനമാണ് ഇതിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷന്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്പീഡ് പോസ്റ്റ് ആൻഡ് പാർസൽസിന് 7 മുതൽ 25% വരെ കമ്മീഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റേർഡ് ലെറ്റർ വിൽക്കുന്ന സമയത്ത് ഒരു ലെറ്ററിന് 3 രൂപ വെച്ച് ലഭിക്കുന്നു. 200 രൂപയ്ക്ക് മുകളിലുള്ള മണി ഓർഡറുകൾക്ക് ഒരു ഓർഡറിന് 5 രൂപ വെച്ച് ലഭിക്കുന്നു. സ്റ്റാമ്പുകൾക്കും സ്റ്റേഷനറികൾക്കും 5% കമ്മീഷൻ ലഭിക്കുന്നു. ഇനി ഒരു മാസം ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഏകദേശ കണക്ക് നമുക്ക് നോക്കാം. ഇതൊരു ഇല്ലുസ്ട്രേഷൻ പർപ്പസ് മാത്രമാണ്, നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഓൺലി. സ്പീഡ് പോസ്റ്റിൽ നിന്നും കമ്മീഷനായിട്ട് 10000 രൂപ ലഭിക്കുന്നു എന്നിരിക്കട്ടെ. രജിസ്റ്റേർഡ് ലെറ്ററിൽ നിന്നും 4500 രൂപ, അതുപോലെ തന്നെ മണി ഓർഡറുകളിൽ നിന്നും 3000 രൂപ, സ്റ്റേഷനറി വിൽപ്പനയിൽ നിന്നും 2500 രൂപ, മൊത്തം 20000 രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5000 രൂപ 25% ഇൻസെന്റീവായിട്ടും ലഭിക്കുന്നു. സോ ഏകദേശം മൊത്തം ലഭിക്കാൻ സാധ്യതയുള്ള തുക 25000 രൂപ ആയിരിക്കും. യഥാർത്ഥ വരുമാനം ഇതിൽ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റൽ ഫ്രാഞ്ചൈസ് സ്കീമിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ഡിവിഷണൽ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഫോം നിങ്ങൾ വാങ്ങുക. അതല്ലെങ്കിൽ indiapost.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിന്നും ഫോം എ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സിമ്പിൾ ബിസിനസ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. പിന്നീട് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഷോപ്പിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ റെന്റൽ എഗ്രിമെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഈ ഫോമുകൾ ഡിവിഷണൽ ഓഫീസിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 14 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൊക്കേഷൻ അവർ ഇൻസ്പെക്ട് ചെയ്യുന്നു. പിന്നീടുള്ള പ്രോസസ് എന്ന് പറയുന്നത് അപ്രൂവൽ ആണ്. അതിനുശേഷം എഗ്രിമെന്റ് റെഡിയാക്കുന്നു. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാം. ഇനി ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഉരുത്തിരിയുന്ന ചില സംശയങ്ങളുണ്ട്. ഈ ഒരു പോസ്റ്റൽ ഫ്രാഞ്ചൈസ് 2.0 എന്ന് പറയുന്ന ഒരു സ്കീമുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒരിക്കലുമില്ല. ഈ ഒരു സ്കീം പ്രകാരം നിങ്ങൾ തുടങ്ങുന്നത് വഴി നിങ്ങളൊരു ഫ്രാഞ്ചൈസ് ഓപ്പറേറ്റർ മാത്രമാണ് ആകുന്നത്. നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി അല്ല, നിങ്ങൾ ഡയറക്റ്റ് ഗവൺമെന്റ് എംപ്ലോയി അല്ല. അതുകൂടാതെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും അതിന് സാധ്യമാണ്. സ്റ്റേഷനറി, ഫോട്ടോ കോപ്പി, ഫിൻടെക് സർവീസുകൾ ഇതെല്ലാം അലൗഡ് ആണ്. ഇന്ത്യ പോസ്റ്റിന് പ്രതിമാസം എന്തെങ്കിലും മന്ത്ലി ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഒരിക്കലും വേണ്ട. സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതിന് യാതൊരു തരത്തിലുള്ള ജെൻഡർ ബയാസും ഇല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇത് രാജ്യത്തുടനീളം അവൈലബിൾ ആണോ എന്നതാണ് അടുത്തൊരു ചോദ്യം. അതെ, ഇന്ത്യയിൽ ഉടനീളം ഈ ഒരു സ്കീം അവൈലബിൾ ആണ്. വളരെ റിസ്ക് കുറഞ്ഞ സർവീസ് ബേസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് പോസ്റ്റ് ഫ്രാഞ്ചൈസ് സ്കീം 2.0. സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും ഇത് ആരംഭിക്കാം. പെട്ടെന്ന് റിച്ച് ആവുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല ഇതിലൂടെ നടക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ട്, ഈ കാര്യങ്ങളെല്ലാം ഒത്തുവരികയാണെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടേം ഇൻകം സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. ഈ ഒരു പോസ്റ്റൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബോസ് വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Boss Wala. Be the boss.